നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സങ്കടത്തിനുള്ള, ഒരു വലിയ പ്രശ്നത്തിനുള്ള ഉത്തരം അത് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ അത് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും അറിയാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ കൂടുതൽ ആളുകളും ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത് സാമ്പത്തികം, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ്, ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്, ദുഃഖങ്ങളാണ് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ സാമ്പത്തികത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുതിയൊരു മാർഗം കണ്ടെത്തണോ, അല്ലെങ്കിൽ നിലവിലുള്ള ആ ഒരു മാർഗത്തിൽ തന്നെ പിടിച്ചു നിന്നാൽ മതിയോ എന്നൊക്കെയുള്ള ആശങ്കകൾ നിങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു തുടക്കം കുറിക്കണമെന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ ഉണ്ടെങ്കിലും അവിടെ വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് ആരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇപ്പോൾ ഓരോ പ്ലാനുകളും നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ പല സാഹചര്യങ്ങളും പല വ്യക്തികളും നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ അവസാനിപ്പിക്കണോ എന്ന് ചിന്തിച്ച് ആശങ്കപ്പെടുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നൽകുന്ന ആ ഒരു സന്ദേശം എന്തെന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങളെന്ന വ്യക്തി വളരെ ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശക്തിയായിട്ടുള്ള ഒരു ആളാണ് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ മനസ്സ് വെച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. പക്ഷേ പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആ ഒരു ആത്മവിശ്വാസം നഷ്ടമാവുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നത്തിൽ നിന്നാണോ രക്ഷ നേടേണ്ടത്, എന്ത് ദുഃഖമാണോ നിങ്ങളിൽ നിന്നും വിട്ടുപോവേണ്ടത്, അതിനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ പരിഹാരം അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷേ നിങ്ങളത് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. ഇനി കണ്ടെത്തിയെങ്കിൽ തന്നെ അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം അതിനെക്കുറിച്ച് ചിന്തിച്ച് എപ്പോഴും സങ്കടപ്പെടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു മാർഗത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ വിജയം ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റു വ്യക്തികളുടെ പേരിലോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ പേരിലോ ഒക്കെ നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോവരുത്. നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആ ഒരു ആത്മവിശ്വാസം അത് ഏതൊരു സാഹചര്യത്തിലായാലും കൈവിടരുത്. നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച്, കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുക തന്നെ വേണം. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുമെന്നുള്ള സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ സാമ്പത്തികത്തിൻ്റെ കാര്യമായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും അവിടെ നിങ്ങൾ യുക്തിപൂർവം പ്രവർത്തിക്കുക, തീരുമാനങ്ങൾ എടുക്കുക. അതേപോലെ തന്നെ കുടുംബജീവിതം, റിലേഷൻഷിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളെയും മറികടന്നുകൊണ്ട് അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ ഈശ്വരൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ആ ഒരു അനുഗ്രഹം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവികമായ സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത
ഏതെങ്കിലും വ്യക്തികളുടെ രൂപത്തിൽ അല്ലെങ്കിൽ അവസരങ്ങളുടെ രൂപത്തിലൊക്കെ ആ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. നിങ്ങൾക്ക് മുന്നിൽ പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു വലിയ വാതിൽ തന്നെ തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവിടേക്കാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത്. അതിനാൽ തന്നെ നിങ്ങളിപ്പോൾ നേരിടുന്ന സങ്കടത്തെ അത് വലിയൊരു സങ്കടമായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എപ്പോഴും അതിൽ തന്നെ ഒഴുകിയിരിക്കാതെ അതിൽ നിന്നും എങ്ങനെ പുറത്തേക്ക് വരണമെന്ന് ചിന്തിച്ച് അതിന് വേണ്ട നീക്കങ്ങൾ നടത്തുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ നിലവിലുള്ള പ്രശ്നങ്ങളെ സങ്കടങ്ങളെയൊക്കെ അതിജീവിക്കുന്നതിനുള്ള പല സാഹചര്യങ്ങളും പല അവസരങ്ങളും ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട്. അതിനെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. എല്ലാ കാര്യങ്ങളെയും ഇമോഷണലായിട്ട് മാത്രം സമീപിക്കാതെ യുക്തിപൂർവം സമീപിക്കുക, യുക്തിപൂർവം ചിന്തിക്കുക. വന്നത് വന്നു, ഇനി അതിനെ മറികടക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ എനിക്കതിലൊരു വിജയം കണ്ടെത്താൻ കഴിയും എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടുന്നതാണ്. നിങ്ങൾ നേരിടുന്ന സങ്കടങ്ങൾക്കൊരു ഉത്തരം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ, കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ അത്തരം സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും. നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെയൊക്കെ മാറ്റി എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തു തീർക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ദൈവികമായൊരു സഹായം, ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ വ്യക്തതയില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വ്യക്തത ദൈവം നൽകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ, സങ്കടങ്ങളിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതിന് ദൈവം നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു ഉത്തരം എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ ആ ഒരു സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.